നാളെ പുഷ്യ ശനിയാഴ്ച. സപ്തമി നല്ല ദിവസമായതുകൊണ്ട് വൈകുന്നേരം 4:56 മുതൽ 6:47 വരെ ഇത് വെച്ച് ദീപം കൊളുത്തുക. മതി. നിങ്ങളുടെ ജാതകം മാറി വീട്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. പുഷ്യ ശനിയാഴ്ചയും സപ്തമി തിഥിയുടെ സംഗമവും സാധാരണ ദിവസമല്ല. ഇത് ചില നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം വരുന്ന വളരെ അപൂർവവും ശക്തവുമായ ആത്മീയ സമയമാണ്. ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് പുഷ്യമാസം എന്നാൽ പുഷ്യ പ്രധാനമാണ്. ഈ മാസത്തിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, പൂജകൾ, പരിഹാരങ്ങൾ എന്നിവ ആയിരക്കണക്കിന് ഇരട്ടി ഫലങ്ങൾ നൽകുമെന്ന് പുരാണങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് ശനിദേവൻ പുഷ്യമാസം എന്നാൽ പ്രാണനാണ്. കാരണം അദ്ദേഹം സൂര്യപുത്രനാണെങ്കിലും തണുപ്പും അച്ചടക്കവും ഇഷ്ടപ്പെടുന്നു. ശനിയാഴ്ച അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായതുകൊണ്ട് ഈ പുഷ്യ ശനിയാഴ്ച ഈ വസ്തു വെച്ച് ദീപം കൊളുത്തിയാൽ മതി. ജീവിതത്തിലെ ഇരുട്ടുകൾ നീങ്ങി പ്രകാശങ്ങൾ നിറയും. കഷ്ടപ്പാടുകൾ മാറി അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം എന്താണ് ചേർത്ത് വിളക്ക് കൊളുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങളുടെ ദാരിദ്ര്യം എങ്ങനെ ഒഴിഞ്ഞുപോകുമെന്നും നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ എങ്ങനെ ഇല്ലാതാകുമെന്നും മനസ്സിലാകും. അതുകൊണ്ട് ഈ വീഡിയോ ഉടൻ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ശനിദേവന്റെ അനുഗ്രഹത്തിനായി കമന്റ് ബോക്സിൽ ജയ് ശനിദേവ എന്ന് ഭക്തിയോടെ എഴുതുക. നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ കാര്യം ശനിദേവന്റെ ദൃഷ്ടിയിൽ നമ്മളോടുള്ള അനുകൂലത വർദ്ധിപ്പിക്കും. ശനിദേവൻ എന്നാൽ ഭയം മാത്രമല്ല, അദ്ദേഹം നീതിമാനായ കർമ്മഫലദാതാവാണ്. നമ്മൾ മുൻപ് ചെയ്ത തെറ്റുകൾ കാരണം വരുന്ന കഷ്ടപ്പാടുകൾ അദ്ദേഹം ഇല്ലാതാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ദിവസം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ആരാധിക്കണം. ഈ പ്രത്യേക ശനിയാഴ്ച വൈകുന്നേരം 4:56 മുതൽ 6:47 വരെയുള്ള സമയം അത്യന്തം പവിത്രമാണ്. ഈ കാലഘട്ടത്തെ പ്രദോഷ് കാലം എന്നും പറയുന്നു. ഈ സമയത്ത് ദേവന്മാർ ഭൂമിയിൽ സഞ്ചരിക്കുന്നുണ്ടെന്നും നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ നേരിട്ട് അവരിലേക്ക് എത്തുമെന്നും മുതിർന്നവർ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും ഈ സമയത്ത് കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവമായ വെങ്കടേശ്വര സ്വാമിയുടെ മുന്നേ വിളക്ക് കൊളുത്തുന്നതിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ശനിദേവൻ വെങ്കടേശ്വര സ്വാമിയുടെ വലിയ ഭക്തനാണ്. മുൻപ് സ്വാമി ശനിദേവനിൽ നിന്ന് ഒരു വരം നേടിയിരുന്നു. തന്നെ ആരാധിക്കുന്ന ഭക്തരെ ശനിദേവൻ ഒരിക്കലും പീഡിപ്പിക്കരുതെന്നും അവർക്ക് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ശനിദോഷമുള്ളവർ വെങ്കടേശ്വര സ്വാമിയെ ആരാധിച്ചാൽ വേഗത്തിൽ ആശ്വാസം ലഭിക്കുന്നത്. ഈ ദീപാരാധന പ്രക്രിയയെക്കുറിച്ച് ഇപ്പോൾ വിശദമായി മനസ്സിലാക്കാം. നിങ്ങൾ നാളെ വൈകുന്നേരത്തിനുള്ളിൽ കുളിക്കുകയോ കൈകാലുകൾ കഴുകി ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്ത് നിങ്ങളുടെ പൂജാമുറിയിൽ വെങ്കടേശ്വര സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു മൺവിളക്കോ അല്ലെങ്കിൽ സാധ്യമെങ്കിൽ വെള്ളിയിലോ ചെമ്പിലോ ഉള്ള വിളക്കോ വെക്കുക. അതിൽ ശുദ്ധമായ എള്ളെണ്ണ ഒഴിക്കണം. കാരണം ശനിദേവൻ എള്ളെണ്ണ വളരെ ഇഷ്ടമാണ്. 2 വേർതിരിച്ച തിരികൾ എടുത്ത് അവയെ ഒന്നിപ്പിച്ച് ഒരു തിരിയാക്കുക. ഇത് ശിവപാർവതിമാരുടെ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്മാരുടെ ഐക്യത്തിന്റെ പ്രതീകമാണ്. ഇപ്പോൾ ആ വിളക്കിൽ നിങ്ങൾ 3 പ്രധാനപ്പെട്ട വസ്തുക്കൾ ചേർക്കണം. ഒന്നാമത്തേത് 2 തുള്ളി പച്ചപ്പാൽ, രണ്ടാമത്തേത് 2 ഉണങ്ങിയ തുളസിയില, മൂന്നാമത്തേത് കുറച്ച് ശർക്കരപ്പൊടി. ഈ 3 സാധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ 3 പ്രധാന പ്രശ്നങ്ങളെ പരിഹരിക്കും. പാൽ എന്നത് ചന്ദ്ര ഗ്രഹണത്തിന്റെ സൂചനയാണ്. ജാതകത്തിൽ ചന്ദ്രൻ ബലഹീനനാണെങ്കിൽ മനസ്ഥിരമായിരിക്കില്ല. അനാവശ്യമായ ടെൻഷനുകൾ ഉണ്ടാകും. വിളക്കിൽ പാൽ ചേർക്കുന്നത് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. കാരണം ക്ഷീരസാഗരത്തിൽ നിന്നാണ് ലക്ഷ്മീദേവി ഉദ്ഭവിച്ചത്. പാലിലെ വെളുത്ത
നിറം പരിശുദ്ധിക്കും ശാന്തിക്കും ഓർമ്മപ്പെടുത്തലാണ്. രണ്ടാമത്തെ സാധനം ഉണങ്ങിയ തുളസിയിലയാണ്. തുളസിക്കോട്ടയിലുള്ള പച്ച ഇലകൾ പറിക്കുന്നതിനേക്കാൾ താഴെ വീണ ഉണങ്ങിയ തുളസിയിലകൾ ശേഖരിച്ച് അവയെ വിളക്കിൽ ചേർക്കുന്നത് വിഷ്ണുവിനെ അത്യധികം സന്തോഷിപ്പിക്കും. തുളസി എന്ന് പറഞ്ഞാൽ ബൃന്ദാവനം. എവിടെ തുളസിയുണ്ടോ അവിടെ നാരായണനുണ്ടാകും. നാരായണൻ ഉള്ളിടത്ത് ലക്ഷ്മീദേവി ശാശ്വതമായിരിക്കും. ഉണങ്ങിയ തുളസിയില വിളക്കിലെ എണ്ണയിൽ ചേർക്കുമ്പോൾ വരുന്ന സുഗന്ധവും തരംഗങ്ങളും വീട്ടിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെയും ദൃഷ്ടി ദോഷങ്ങളെയും വാസ്തുദോഷങ്ങളെയും അകറ്റും. മൂന്നാമത്തേത് ശർക്കരപ്പൊടി. ശർക്കര മധുരത്തിനും മംഗളത്തിനും സൂചനയാണ്. ഇത് ചൊവ്വ ഗ്രഹത്തിനും വ്യാഴം ഗ്രഹത്തിനും ബന്ധപ്പെട്ടതാണ്. വിളക്കിൽ ശർക്കര ചേർക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ നീങ്ങി മധുരമുള്ള വാർത്തകൾ കേൾക്കാൻ സഹായിക്കും. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ശർക്കര ഒരു അത്ഭുതകരമായ പരിഹാരമായി പ്രവർത്തിക്കും. ഈ വിളക്ക് കൊളുത്തിയ ശേഷം നിങ്ങൾ സ്വാമിക്ക് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് നിങ്ങളുടെ മനസ്സിലുള്ള ദീപം നിങ്ങളുടെ വീട്ടിലേക്ക് പണത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കും. ലക്ഷ്മിദേവി അഷ്ടൈശ്വര്യങ്ങൾ നൽകും. എത്ര കഷ്ടപ്പെട്ടാലും പണം കയ്യിൽ നിൽക്കുന്നില്ലെന്ന് പലരും വിഷമിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ഈ പരിഹാരം ചെയ്യുന്നത് വഴി പണം ആകർഷിക്കപ്പെടും. അനാവശ്യ ചെലവുകൾ കുറയും. കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുകളോ ശമ്പള വർധനവോ പോലുള്ള നല്ല വാർത്തകൾ ലഭിക്കും. ഈ ദീപം തെളിയിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്തയും ഉണ്ടാകരുത്. പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യണം. നാളെ വൈകുന്നേരം 4:56 മുതൽ 6:47 വരെ ഇങ്ങനെ ദീപം തെളിയിക്കുന്നത് വഴി പ്രകൃതിയിലെ ശക്തികൾ നിങ്ങളെ സഹായിക്കും. ഈ സമയം ഗ്രഹങ്ങളുടെ അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തണം. പുഷ്യമാസത്തിലെ ശനിയാഴ്ചകളുടെ മഹത്വത്തെക്കുറിച്ച് പുരാണങ്ങളിൽ വളരെ മഹത്വവൽക്കരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം ചെയ്യുന്ന ധർമ്മകാര്യം നൂറുകണക്കിന് വർഷത്തെ പുണ്യം നൽകും. അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും പാഴാക്കരുത്. ഈ ദീപം തെളിയിച്ച ശേഷം ആ പ്രമീത മാറ്റരുത്. അത് കെട്ടടങ്ങിയ ശേഷം അടുത്ത ദിവസം രാവിലെ ആ സാധനങ്ങൾ എടുത്ത് ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ഇടുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീട്ടിലുള്ള ദാരിദ്ര്യം പുറത്തുപോയി ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഈ പുഷ്യ ശനിയാഴ്ച ചെയ്യുന്ന ഈ വിശിഷ്ട ദീപം നൽകുന്ന ഫലം വളരെ വേഗത്തിലായിരിക്കും. ഇതിന് കാരണം ആ സാധനങ്ങളിലെ ശക്തിയും ആ സമയത്തിനുള്ള പ്രാധാന്യവുമാണ്. പാൽ, തുളസി, ശർക്കര ഈ മൂന്നും അമൃതിന് തുല്യമാണ്. ഇവയെ അഗ്നിസാക്ഷിയായി ദീപത്തിൽ വെക്കുമ്പോൾ അവയിൽ നിന്ന് പുറപ്പെടുന്ന സൂക്ഷ്മശക്തി നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ശുദ്ധീകരിക്കും. നിങ്ങളുടെ വീട്ടിൽ പതിവായി വഴക്കുകൾ ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പെരുമാറ്റം ശരിയല്ലെങ്കിൽ ഈ ദീപം തെളിയിക്കുന്നത് വഴി അവരിൽ നല്ല മാറ്റം വരും. ആരോഗ്യം പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് ഒരു രക്ഷാകവചമായി പ്രവർത്തിക്കും. ശനിദേവൻ നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ നൽകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ശരിയായ പാതയിൽ എത്തിക്കാനും നിങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനുമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം. ഈ ദീപാരാധനയിലൂടെ നിങ്ങൾ അദ്ദേഹത്തോട് ശരണം തേടുകയാണ്. അതുവഴി അദ്ദേഹം തന്റെ കാഠിന്യം കുറച്ച് നിങ്ങൾക്ക് താങ്ങായി നിൽക്കും. വെങ്കടേശ്വര സ്വാമിയുടെ മുന്നിൽ ഈ ദീപം വെക്കുന്നത് വഴി സ്വാമി നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഭാവിയിൽ നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടുകളും വരാതെ നോക്കും. ഈ പരിഹാരം നിങ്ങൾക്ക് എല്ലാ ശനിയാഴ്ചയും തുടരാം. എന്നാൽ നാളത്തെ ശനിയാഴ്ചയ്ക്കും സപ്തമി തിഥിക്കും ഉള്ള പ്രത്യേകത മറ്റൊരിക്കലും വരില്ല. അതുകൊണ്ട് ഈ സുമുഹൂർത്തം ഉപയോഗിക്കുക. നിങ്ങളുടെ ജാതകം എത്ര ദുർബലമായിരുന്നാലും ഗ്രഹങ്ങളുടെ സ്ഥിതി എത്ര അനുകൂലമല്ലെങ്കിലും ദൈവബലത്തിന് മുന്നിൽ അവയെല്ലാം ചെറുതാണ്. ആ ദൈവബലം നേടാനുള്ള ഈ ചെറിയ ശ്രമം നിങ്ങളുടെ ഭക്തിയും ശ്രദ്ധയുമാണ് നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം. നിശ്ചലമായ മനസ്സോടെ ദീപം ദർശിക്കുകയും വെങ്കടേശ്വര സ്വാമിയെ ധ്യാനിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ധനത്തിന് കുറവുണ്ടാകില്ല, ബഹുമാനത്തിന് കുറവുണ്ടാകില്ല, സുഖത്തിന് കുറവുണ്ടാകില്ല. അഷ്ടൈശ്വര്യങ്ങൾ എന്നാൽ പണം മാത്രമല്ല, നല്ല ആരോഗ്യവും നല്ല സന്താനവും മനസ്സമാധാനവും സമൂഹത്തിൽ നല്ല പേരും ഈ ദീപം വഴി നിങ്ങൾക്ക് ലഭിക്കും. ഈ രഹസ്യ പരിഹാരം ഭക്തിയോടെ പാലിക്കുക, ഫലങ്ങൾ നേടുക. ഞങ്ങൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാനുള്ള കാരണം നമ്മുടെ ചുറ്റുമുള്ളവർ നന്നായിരിക്കണം, എല്ലാവരും സുഖമായിരിക്കുക എന്ന ഉദ്ദേശത്തോടെ. ശനിദേവൻ വളരെ ദയുള്ളവനാണ്. എന്നാൽ അച്ചടക്കം തെറ്റിച്ചാൽ ശിക്ഷിക്കും. നമ്മൾ ഭക്തിയോടെ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തോളം കരുണയുള്ള മറ്റൊരാൾ
ഉണ്ടാവില്ല. ഈ പുഷ്യ ശനിയാഴ്ച നിങ്ങൾ ഈ ദീപം തെളിയിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു സംരക്ഷണ വലയം രൂപപ്പെടും. ദുഷ്ടശക്തികളും നെഗറ്റീവ് ഊർജവും നിങ്ങളുടെ വീടിന്റെ നേർക്ക് നോക്കാൻ പോലും ഭയപ്പെടും. നാളെ വൈകുന്നേരം 4:56 മുതൽ 6:47 വരെ കൃത്യമായി ദീപം തെളിയിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുക. ഈ വിവരങ്ങൾ ഓർമ്മിക്കുക. സാധിക്കുമെങ്കിൽ ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. സമയം വൈകാതെ നോക്കുക. നല്ല ഫലങ്ങൾ നേടുക. ശനിയാഴ്ച രാവിലെ ആരെങ്കിലും ഈ പദാർത്ഥം കഴിക്കുകയാണെങ്കിൽ അവർ ധനവും ഐശ്വര്യവും കൊണ്ട് തൃപ്തരാകുമെന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ പറയുന്നു. ശനിയാഴ്ച രാവിലെ ഈ പദാർത്ഥം കഴിക്കുന്നതിലൂടെ ജീവിതത്തിൽ ധനത്തിന് കുറവുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളിലും വിജയം നേടും. ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ കൃപ ലഭിക്കും. എന്നാൽ ശനിയാഴ്ച രാവിലെ ഉണർന്നാൽ കഴിക്കേണ്ട ആ പദാർത്ഥം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ കേൾക്കാം. സാധാരണയായി ശനിബാധ സഹിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ശനി അനുഗ്രഹത്തിനായി പൂജകൾ ചെയ്യാറുള്ളത്. എന്നാൽ പാവപ്പെട്ടവർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. എണ്ണ കൊണ്ടുപോലും അഭിഷേകം ചെയ്താൽ ചിലർക്ക് കഴിവുണ്ടാവില്ലല്ലോ. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ശ്രീമദ് രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിലെ 48 സർഗം ശനിയാഴ്ച രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്താൽ ശനിദേവന്റെ അനുഗ്രഹം നേടാൻ കഴിയും. ചെലവില്ലാത്ത കാര്യമാണിത്. ഇപ്പോൾ ആ സർഗത്തിലുള്ള കാര്യങ്ങൾ അറിയാം. ആഞ്ജനേയൻ ലങ്കയിൽ സീതാദേവിക്കായി പോയി. അവിടെയുള്ള രാക്ഷസന്മാരെ കാലുകൊണ്ടും കൈകൊണ്ടും കുന്നുകൾ കൊണ്ടും വാലുകൊണ്ടും കൊന്നുകളയുകയായിരുന്നു. രാവണൻ അയച്ച അക്ഷകുമാരനെ സൈന്യസമേതം കൊന്നു. വേറെ വഴിയില്ലാതെ രാവണൻ ഇന്ദ്രനെ ജയിച്ച് ഇന്ദ്രജിത്ത് എന്ന ബിരുദം നേടിയ തന്റെ പുത്രനായ മേഘനാഥനെ സൈന്യത്തോടൊപ്പം ഹനുമാനെതിരെ യുദ്ധത്തിന് അയച്ചു. അയക്കുമ്പോൾ മകനോട് ഇങ്ങനെ പറഞ്ഞു: മകനെ, നിനക്ക് എല്ലാ അസ്ത്രശസ്ത്ര വിദ്യകളുടെയും രഹസ്യങ്ങൾ അറിയാം. നീ ഒരു യുദ്ധവീരനാണ്. ഇന്ദ്രനെ നിഷ്പ്രയാസം ജയിച്ച രാക്ഷസ് രാജ്യത്തിന് ഭീഷണിയുണ്ടാകാതെ കാത്ത മഹാനാണ് നീ. ബ്രഹ്മാവിന്റെ അനുഗ്രഹം നേടി അനേകം ദിവ്യ അസ്ത്രങ്ങൾ നേടിയെടുത്തു. നിന്റെ അസ്ത്രങ്ങൾക്ക് മുന്നിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. 3 ലോകങ്ങളിലും നിന്നെ ജയിക്കാൻ കഴിയുന്ന ഒരു പുരുഷനില്ല. നിന്റെ കൈകളാൽ തോൽപ്പിക്കപ്പെടാത്തവരുമില്ല. നിന്റെ പരാക്രമം അത്ര മഹത്തരമാണ്. ഏത് കാലങ്ങളിൽ ഏത് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് നിനക്ക് നന്നായി അറിയാം. നിനക്ക് യുദ്ധത്തിൽ അസാധ്യമായതൊന്നുമില്ല. സൂക്ഷ്മ ബുദ്ധിയോടെ ആലോചിച്ച് കാര്യസാധ്യം ചെയ്യാൻ കഴിവുള്ള സർവ്വ സമൃദ്ധനാണ് നീ. നിന്റെ ഭുജവീര്യവും തപോബലവും എന്നോട് തുല്യമാണ്. യുദ്ധസമയത്ത് ഞാൻ നിശ്ചയിക്കുന്ന കാര്യം നിമിഷനേരം കൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയും. നീ കൂടെയുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര സുരക്ഷിതമായി ലങ്കാ രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു കുരങ്ങൻ നമ്മുടെ മഹാവീരന്മാരെയെല്ലാം അശോകവനത്തിനടുത്ത് നിന്ന് കൊന്നൊടുക്കുകയാണ്. അക്ഷയകുമാരനെ കൊന്നു. ജംബൂമാലി പഞ്ച സേനാഗ്ര നായകന്മാർ അവന്റെ കൈകളാൽ മരിച്ചു. നമ്മുടെ സൈന്യം ഏതാണ്ട് മുഴുവനായും ക്ഷയിച്ചുപോയി. ഇപ്പോൾ ലങ്കാ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു വീരൻ നീയാണ്. എത്ര സൈനികരെ അയച്ചാലും ആ കുരങ്ങൻ അനായാസം കൊന്നു ഭയം സൃഷ്ടിക്കുന്നു. അവരെക്കൊണ്ട് ഇനി രാജ്യത്തിന് നന്മയുണ്ടാകില്ല. ആ കുരങ്ങന്റെ പരാക്രമം എന്താണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും അവന്റെ പിന്നിലുള്ള തന്ത്രം എന്താണെന്നും മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിന്റെ കയ്യിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും ധൈര്യമായി പ്രയോഗിക്കുക. അവനെ വധിക്കുന്നത് അടിയന്തര കടമയാണ്. നീയാണ് അതിന് യോഗ്യൻ. നിന്നെ അയക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നിട്ടും നിർബന്ധമായും അയക്കേണ്ടി വരുന്നു. ലങ്കാ രാജ്യത്തിന്റെ ഭാവി മുഴുവൻ നിന്റെ കൈകളിലാണ്. വിജയം നേടി തിരിച്ചുവരിക. എന്റെ ആശീർവാദങ്ങളും ലങ്കാവാസികളുടെ ആശീർവാദങ്ങളും നിനക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഇന്ദ്രജിത്തിനെ അയച്ചു. ഇരട്ടിപ്പിച്ച ഉത്സാഹത്തോടെയും ഉജ്ജ്വലമായ പരാക്രമത്തോടെയും ഇന്ദ്രജിത്ത് സകല സേനകളോടും കൂടി മാരുതിയുടെ നേർക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. പിതാവിന്റെ ആശീർവാദങ്ങൾ സ്വീകരിച്ച് പ്രണമിച്ച് പുറപ്പെട്ടു.
അലയടിക്കുന്ന സമുദ്രം പോലെ അവൻ നിന്നു. ഗരുഡന്റെ വേഗതയിൽ നീങ്ങി. 4 ആനകളുള്ള രഥത്തിൽ കയറി. വളരെ ശക്തരായ വീരന്മാരെ കൂടെ കൂട്ടി. ഹനുമാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിമിഷങ്ങൾക്കകം എത്തിച്ചേർന്നു. അപ്പോൾ 10 ദിക്കുകളിലും ദുഷ്യഗുണങ്ങൾ ഉണ്ടായി. ക്രൂരമൃഗങ്ങൾ അലറി. ഇരുവരുടെയും യുദ്ധം കാണാൻ മുനിമാരും സിദ്ധന്മാരും സാധ്യന്മാരും ദേവന്മാരും എല്ലാവരും ആകാശവീഥികളിൽ തിങ്ങിനിറങ്ങി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രജിത്ത് വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഹനുമാനും ഇന്ദ്രജിത്തും യുദ്ധം ആരംഭിച്ചു. അതിവേഗത്തിൽ ഇന്ദ്രജിത്ത് ബാണങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. മഹാകായനായ ആഞ്ജനേയൻ അവയെല്ലാം തകർത്തു. ആകാശമാർഗത്തിൽ സഞ്ചരിച്ച് അവനരികിൽ എത്താതെ അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. പലതരം അമ്പുകൾ അവൻ അനായാസം തൊടുത്തുവിട്ടു. രാവണന്റെ പുത്രൻ അവയെ വളരെ എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്നു. വായുപുത്രൻ അവന്റെ അമ്പിന്റെ ശബ്ദം, രഥത്തിന്റെ ശബ്ദം, ഭേരികളുടെ ശബ്ദം എന്നിവ കേട്ട് ആകാശത്തിലേക്ക് എത്താനാവാത്ത ഉയരത്തിലേക്ക് പറന്നുയർന്ന് ഒഴിഞ്ഞുമാറി. മാരുതി പരസ്പരം ഒട്ടും കുറയാതെ വളരെ നേരം യുദ്ധം ചെയ്തു. എത്ര ചെയ്തിട്ടും ഹനുമാന്റെ ഉദ്ദേശ്യം എന്താണെന്ന് അവന് മനസ്സിലായില്ല. അവന്റെ അതിശക്തിയുള്ള അമ്പുകളെല്ലാം വ്യർത്ഥമായി പോയി. ഹനുമാനെ ഒരു തരിപോലും ഒന്നും ചെയ്യാൻ അവന് കഴിഞ്ഞില്ല. ഹനുമാനെ തോൽപ്പിക്കാൻ അസാധ്യമാണെന്ന് ഇന്ദ്രജിത്ത് തീരുമാനിച്ചു. പിന്നെ എന്ത് ഉപായമാണുള്ളതെന്ന് അവൻ ആലോചിച്ചു. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാനെ ബന്ധിക്കണമെന്ന് അവൻ നിശ്ചയിച്ചു. മന്ത്രഭൂതമായി ബ്രഹ്മാസ്ത്രം ഹനുമാന്റെ നേർക്ക് ഇന്ദ്രജിത്ത് പ്രയോഗിച്ചു. വീരനും ഭയങ്കരനുമായ ഹരിവീരൻ ബ്രഹ്മാസ്ത്രത്തിന് വഴങ്ങി ബന്ധിക്കപ്പെട്ടു. ഇത് ബ്രഹ്മാവ് മുൻപ് നൽകിയ ശാപമായിരുന്നു. എന്നാൽ അത് തനിക്ക് ഒന്നും ചെയ്യില്ല എന്ന കാര്യവും അവന് ഓർമ്മ വന്നു. നമസ്കരിച്ച് ബന്ധിതനായി. ഈ ബ്രഹ്മാസ്ത്രബന്ധനം തനിക്ക് നല്ലത് ചെയ്യുമെന്നും രാവണനെ കാണാൻ അവസരം ലഭിക്കുമെന്നും അതുവഴി അവന്റെ പരാക്രമവും വ്യൂഹവും മനസ്സിലാക്കാമെന്നും അവൻ കരുതി. രാക്ഷസന്മാർ ബലാത്കാരമായി പിടിച്ച് വലിച്ചിട്ടും അവൻ ഒന്നും സംസാരിച്ചില്ല. രക്ഷപ്പെടാൻ ശ്രമിച്ചതുമില്ല. അവന്റെ നിസ്സഹായത കണ്ട് രാക്ഷസന്മാർ ഹനുമാനെ ചങ്ങലകളാലും നാർവസ്ത്രങ്ങളാലും കെട്ടി. ബ്രഹ്മാവിന്റെ വരം ഫലിച്ചു. ബന്ധിതനായ ഉടൻ ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രഭാവം വിട്ടുപോയി. മറ്റൊരു ബന്ധനം ഉണ്ടെങ്കിൽ ബ്രഹ്മാസ്ത്രത്തിന്റെ ബന്ധനം പ്രവർത്തിക്കില്ല. അത് ഹനുമാന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഈ കാര്യം ഇന്ദ്രജിത്ത് മനസ്സിലാക്കി. താൻ കഷ്ടപ്പെട്ട് ബന്ധിച്ചതെല്ലാം വ്യർത്ഥമായെന്ന് അവൻ ദുഃഖിച്ചു. ഇനി ഈ മായാകപി അതുകൊണ്ട് ലങ്കാരാജ്യത്തിന് നാശം ഉറപ്പാണെന്ന് അദ്ദേഹം ഊഹിച്ചു. ഒന്നും ചെയ്യാൻ കഴിയാതെ നിശബ്ദനായി അച്ഛന്റെ അടുക്കലേക്ക് സൈന്യം ഹനുമാനെ വലിച്ചിഴച്ചുകൊണ്ട് അച്ഛന്റെ അടുത്തെത്തി. വിഷയങ്ങളെല്ലാം അച്ഛനോട് വിവരിച്ചു. ഹനുമാനെ കണ്ടപ്പോൾ രാക്ഷസന്മാരെല്ലാം കൊല്ലൂ, വെട്ടൂ എന്ന് അലറിക്കൊണ്ടിരുന്നു. ഹനുമാൻ രാവണന്റെ സിംഹാസനത്തിനടുത്തു ചെന്നു. അവിടെയുള്ള എല്ലാ പ്രമുഖരെയും നോക്കി. രാവണൻ മന്ത്രിമാരോട് ഈ കുരങ്ങൻ എന്തിനാണ് വന്നതെന്ന് അറിയാൻ ആജ്ഞാപിച്ചു. അവർ ഹനുമാനോട് വിവരങ്ങൾ ചോദിച്ചു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ രാമന്റെ ഭൃത്യനാണ്. ഹനുമാൻ എന്ന് പേരുള്ളവനാണ്. സുഗ്രീവന്റെ മന്ത്രിയാണ്. സീതാദേവി ശ്രീരാമന്റെ ഭാര്യയാണ്. അവളെ നീ തട്ടിക്കൊണ്ടുപോയെന്ന് അറിഞ്ഞപ്പോൾ എന്റെ രാജാവ് എന്നെ അവളെ അന്വേഷിച്ച് അവളുടെ വിവരം കണ്ടെത്താൻ തെക്ക് ദിശയിലേക്ക് അയച്ചു. ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ ലങ്കയിലെത്തി. ദുഷ്കരമായ സമുദ്രം ഞാൻ അനായാസം കടന്നു. ഇത് എന്റെ ശക്തിയല്ല, ശ്രീരാമന്റെ ദിവ്യവിഭൂതി മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ശനിപീഠ ബാധിതർ ശനിയാഴ്ച സുന്ദരകാണ്ഡത്തിലെ ഈ 48 സർഗം ഭക്തിയോടെ പാരായണം ചെയ്താൽ ആ പീഡയിൽ നിന്ന് മോചനം നേടും. ഇനി വീഡിയോയിലേക്ക് വന്നാൽ, ശ്രീകൃഷ്ണന്റെ പൂർണ്ണമായ ജീവിതം മനുഷ്യർക്ക് ഒരു വഴികാട്ടിയായിരിക്കും. അർജുനൻ ധ്യാനം നൽകിയത് കുചേലനുമായുള്ള സൗഹൃദം ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ എല്ലാം നമുക്ക് എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്.
ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ ദിവസവും രാവിലെ ഉണർന്നയുടൻ ഈ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് എല്ലാം നല്ലത് സംഭവിക്കുമെന്ന് പറയുന്നു. ശനിയാഴ്ച നന്നായി വേഗത്തിൽ സൂര്യോദയത്തിനു മുമ്പ് ഉണരുക, അതായത് രാവിലെ ഉണർന്ന് നന്നായി കുളിക്കുക. തലേദിവസം രാത്രി ഒരു ഗ്രാമ്പൂ നിങ്ങളുടെ തലയിണക്കടിയിൽ വെച്ച് ഉറങ്ങുക. സനാതനധർമ്മത്തിൽ ഗ്രാമ്പൂവിന് വളരെ വിശിഷ്ടതയുണ്ട്. ഗ്രാമ്പൂ പൂജകളിലും മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലും വിശേഷപ്പെട്ട ഫലങ്ങൾ നൽകുന്നു. ദുർഗാദേവി ഗ്രാമ്പൂവിൽ വസിക്കുന്നു. ശ്രീ മഹാലക്ഷ്മി ദേവിയും ഗ്രാമ്പൂവിൽ കുടികൊള്ളുന്നു. വെള്ളിയാഴ്ച രാത്രി ഉറങ്ങുന്ന സമയത്ത് തലയിണക്കടിയിൽ ഒരു ഗ്രാമ്പൂ വെക്കുക. ആ ഗ്രാമ്പൂ ശനിയാഴ്ച രാവിലെ വെള്ളത്തിലിട്ട് അതുപോലെ കഴിക്കുക. പല്ലുകൊണ്ട് കടിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് 9 ദേവതകളുടെ കൃപ ലഭിക്കും. അവരുടെ കൃപയാൽ നിങ്ങൾക്ക് ധനം, ഐശ്വര്യം, ബുദ്ധി എല്ലാം ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കും. അതുപോലെ ശനിയാഴ്ച രാവിലെ നേരത്തെ ഉണർന്ന് വെങ്കടേശ്വര സ്വാമിയെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പൂജിക്കുക. ഈ പൂജയിൽ കുറഞ്ഞത് 2-3 തുളസിയിലകൾ സ്വാമിയുടെ പാദങ്ങളിൽ വെക്കുക. പൂജ ചെയ്ത ശേഷം രാവിലെ ഈ തുളസിയിലകൾ കഴിക്കുന്ന ശീലം ഉണ്ടാക്കുക. സാധിക്കുന്നവർ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും വിജയവും ഐശ്വര്യവും ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഇതിനോടൊപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ജോലിക്ക് പുറപ്പെടുന്ന സമയത്ത് 2 അരിമണികളോ ചെറിയ ശർക്കര കഷ്ണമോ കഴിച്ച് പുറപ്പെടുക.